എല്ലാവർക്കും ബ്രില്യൻസ് PSCയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാനി. നമ്മൾ VFA അതുപോലെ ബെവ്കോ, കമ്പനി ബോർഡ്, LGS എന്നിവയുടെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഡിസംബർ 20 നടക്കാനിരിക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അത് എന്തെന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ക്ലാസ് ആണ് ചെയ്യുന്നത്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ അതിന് ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ മാക്സിമം ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതായത് ഒരു എക്സാമിന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തതേത്? താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തതേത്? അപ്പൊ ഇന്ത്യയിലെ വനങ്ങളെ കുറിച്ച് വ്യക്തമായ അറിവുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഉഷ്ണമേഖലാ മഴക്കാടുകൾ, മൗണ്ടൈൻ വനം, ടൈഗ വനം, കണ്ടൽ കാടുകൾ. ഇതാണ് 4 ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ടൈഗ വനമാണ്. അതായത് ഉഷ്ണമേഖലാ മഴക്കാടുകൾ, മൗണ്ടൈൻ വനങ്ങൾ, കണ്ടൽ കാടുകൾ എന്നിവ ഇന്ത്യയിലെ വനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇന്ത്യയിലെ വനങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് നോക്കാം. അപ്പൊ ഇന്ത്യയിലെ വനങ്ങൾ എന്ന് പറയുന്നത് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളും. ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളും. അതുപോലെ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, പർവ്വത വനങ്ങൾ, കടലോര ചതുപ്പ് നിലങ്ങൾ. ഇത്രയുമാണ് ഇന്ത്യയിൽ കണ്ടുവരുന്ന വനങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളും, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, പർവ്വത വനങ്ങൾ, കടലോര ചതുപ്പ് നിലങ്ങൾ. ഇത്രയുമാണ് ഇന്ത്യയിലെ വനങ്ങൾ. അതിൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളെയും കുറിച്ച് ഡീറ്റെയിൽഡ് ആയി നോക്കാം. അതായത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെ മഴക്കാടുകൾ എന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾ മഴക്കാടുകൾ എന്ന് വിളിക്കുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? മഴക്കാടുകൾ. അത് പ്രത്യേകം നോക്കി വെക്കണേ. മഴക്കാടുകൾ എന്ന് വിളിക്കുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെയാണ്. അതുപോലെ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരുവിലും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുമാണ് കാണപ്പെടുന്നത്. അതായത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങൾ ചെരുവിലും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുമാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതായത് ശരാശരി വാർഷിക വർഷപാതമാണ്. ശരാശരി വാർഷിക വർഷപാതം 200 സെന്റിമീറ്ററിന് മുകളിലുള്ള സ്ഥലങ്ങളിലാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കണ്ടുവരുന്നത്. ശരാശരി വർഷപാതം നമ്മുടെ കൊടുത്തിരിക്കണ അല്ലേ, വർഷപാതമാണ്, വർഷപാതം. ശരാശരി വർഷപാതം 200 സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ആണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ശരാശരി വാർഷിക ഊഷ്മാവ് 22 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള പ്രദേശങ്ങളിലാണ് ഇവ വളരുന്നത്. മഴയാണെങ്കിൽ 200 സെന്റിമീറ്റർ മുകളിൽ കിട്ടുന്ന പ്രദേശമായിരിക്കും. ചൂടാണെങ്കിൽ 22 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള പ്രദേശങ്ങളിലാണ് എന്ത് വളരുന്നത്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ വളരുന്നത്. 60 മീറ്റർ അധികം ഉയരമുള്ള മരങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇവിടുത്തെ മരങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം 60 മീറ്ററിനേക്കാൾ കൂടുതൽ ഉയരമുണ്ടായിരിക്കുന്നതാണ്. ഈ വനങ്ങൾ നിത്യഹരിത വനങ്ങളായിരിക്കും അല്ലെ. നിത്യഹരിത വനങ്ങളും ഇലപൊഴിയുന്ന വനങ്ങളും ഇടകലർന്ന പ്രദേശമാണ് അർദ്ധ നിത്യഹരിത വനങ്ങൾ. നിത്യഹരിത വനങ്ങളും
ഇല പൊഴിയുന്ന വനങ്ങളും ഇടകലർന്ന വനപ്രദേശമാണ് അർദ്ധ നിത്യഹരിത വനങ്ങൾ. എക്സാമ്പിൾ എബണി, മഹാഗണി എക്സെട്ര. എബണി, മഹാഗണി ഒക്കെ ഈ വനത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ. ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ. മൺസൂൺ കാടുകൾ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. മൺസൂൺ കാടുകൾ എന്നും ആണ് ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ അറിയപ്പെടുന്നത്. മൺസൂൺ കാടുകൾ അല്ലെ. നേരത്തെ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളായിരുന്നു അല്ലെ. അതേസമയം മൺസൂൺ കാടുകൾ എന്നറിയപ്പെടുന്നത് ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങളാണ്. ഇന്ത്യയിൽ വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങളാണ്. ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്, പ്രത്യേകം നോട്ട് ചെയ്യണം, ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങളാണ്. ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതായത് 70 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത്. 70 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലായിരിക്കും. ജലലഭ്യതയുടെ അടിസ്ഥാനത്തിൽ ഇവയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങളെ ജലലഭ്യതയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയായിരുന്നു? ആർദ്ര ഇല പൊഴിയും വനങ്ങൾ, വരണ്ട ഇല പൊഴിയും വനങ്ങൾ. എന്താ? ആർദ്ര ഇല പൊഴിയും വനങ്ങൾ എന്നും വരണ്ട ഇല പൊഴിയും വനങ്ങൾ എന്നും ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നേതായിരുന്നു? ആർദ്ര ഇല പൊഴിയും വനങ്ങൾ, ഒന്ന് വരണ്ട ഇല പൊഴിയും വനങ്ങൾ. 100 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് കേട്ടോ. കാണപ്പെടുന്നതാണ് ഏത്? ആർദ്ര ഇല പൊഴിയും വനങ്ങൾ. 100 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ് ആർദ്ര ഇല പൊഴിയും വനങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആർദ്ര ഇല പൊഴിയും വനങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആർദ്ര ഇല പൊഴിയും വനങ്ങളാണ്. എക്സാമ്പിൾ ആണ് തേക്ക്, ചന്ദനം, വേപ്പ് മുതലായവ. ഹിമാലയൻ താഴ്വരകൾ, പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ താഴ്വരകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ, അതായത് ഈ ആർദ്ര ഇലപ്പൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത് ഹിമാലയൻ താഴ്വരകളിലും പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ താഴ്വരകളിലുമാണ്. അതുപോലെ 70 മുതൽ 100 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ് വരണ്ട ഇലപ്പൊഴിയും വനങ്ങൾ. 70 മുതൽ 100 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് വരണ്ട ഇലപൊഴിയും വനങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് വരണ്ട ഇലപൊഴിയും വനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ആർദ്ര ഇലപ്പൊഴിയും വനങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നതാണ് ഏത്? ആർദ്ര ഇലപ്പൊഴിയും വനങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാല് വരണ്ട ഇലപ്പൊഴിയും വനങ്ങളാണ് കേട്ടോ. ഇന്ത്യയിൽ വരണ്ട ഇലപ്പൊഴിയും വനങ്ങളും കേരളത്തിൽ ആർദ്ര ഇലപ്പൊഴിയും വനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അടുത്തത് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ. ഉഷ്ണമേഖലാ മുൾക്കാടുകൾ അതായത് 50 സെന്റിമീറ്റർ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് എന്ത് കണ്ടുവരുന്നത്? ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കണ്ടുവരുന്നത്. 50 സെന്റിമീറ്ററിന് താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കണ്ടുവരുന്നത്. വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ പ്രദേശമാണ് ഏത്? ഉഷ്ണമേഖലാ മഴക്കാടുകൾ. വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ പ്രദേശമാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ. ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കണ്ടുവരുന്നത്. എവിടേക്കായിരുന്നു? ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കണ്ടുവരുന്നത്. നെക്സ്റ്റ്, പർവ്വത വനങ്ങൾ. അതായത് പർവ്വതങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ നൈസർഗിക സസ്യജാലങ്ങളിൽ മാറ്റമുണ്ടാകുന്നു.
പർവ്വതങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനാൽ നൈസർഗിക സസ്യജാലങ്ങളിൽ മാറ്റമുണ്ടാകും. പർവ്വത വനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അല്ലെ. പർവ്വത വനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് തെക്കൻ പർവ്വത വനങ്ങൾ എന്നും രണ്ടാമത്തത് വടക്കൻ പർവ്വത വനങ്ങൾ എന്നും. പർവ്വത വനങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. തെക്കൻ പർവ്വത വനങ്ങൾ എന്നും വടക്കൻ പർവ്വത വനങ്ങൾ എന്നും. ഹിമാലയത്തിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ് വടക്കൻ പർവ്വത വനങ്ങൾ അല്ലെ. ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് ഹിമാലയം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പർവ്വത വനങ്ങളാണ് ഏത്? വടക്കൻ പർവ്വത വനങ്ങൾ. ഹിമാലയത്തിന്റെ താഴ്വരകളിൽ ഇലപൊഴിയും വനങ്ങളാണ് കാണപ്പെടുന്നത്. ഹിമാലയത്തിന്റെ താഴ്വരകളിലാണെങ്കിൽ ഇലപൊഴിയും വനങ്ങളാണ് കാണപ്പെടുന്നത്. 3000 to 2000 വരെ മീറ്റർ ഉയരത്തിനിടയിലാണ് ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണപ്പെടുന്നത്. 3000 to 2000 വരെ മീറ്റർ ഉയരത്തിനിടയിലാണ് ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണപ്പെടുന്നത്. 2025 മീറ്റർ മുതൽ 3048 മീറ്റർ വരെ മിതോഷ്ണ പുൽമേടുകൾ വിവിധ പ്രദേശങ്ങളിലായിട്ട് കാണപ്പെടും. 2025 മീറ്റർ മുതൽ 3048 മീറ്റർ വരെ മിതോഷ്ണ പുൽമേടുകൾ വിവിധ പ്രദേശങ്ങളിലായിട്ട് കാണപ്പെടും. പശ്ചിമഘട്ടം, വിന്ധ്യനിരകൾ, നീലഗിരി എന്നീ പ്രദേശങ്ങളിൽ തെക്കൻ പർവ്വത മേഖലയിൽ ഉൾപ്പെടുന്നു. പശ്ചിമഘട്ടം, വിന്ധ്യനിരകൾ, നീലഗിരി എന്നീ പ്രദേശങ്ങളിൽ തെക്കൻ പർവ്വത മേഖലയിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. പശ്ചിമഘട്ടമൊക്കെ നമുക്ക് തെക്ക് ഭാഗത്തേക്കാണല്ലോ വരുന്നത്. അപ്പൊ സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ ഉയരത്തിലുള്ളതായതിനാൽ ഉയർന്ന മേഖലയിൽ മിതോഷ്ണ സസ്യങ്ങളും താഴ്ന്ന മേഖലയിൽ ഉപോഷ്ണ സസ്യജാലങ്ങളുമാണ് കാണപ്പെടുന്നത്. ഉയർന്ന മേഖലയിൽ മിതോഷ്ണ സസ്യങ്ങളും താഴ്ന്ന മേഖലയിൽ ഉപോഷ്ണ സസ്യജാലങ്ങളുമാണ് കാണപ്പെടുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നീലഗിരി, ആനമല, പളനിമല കുന്നുകളിലെ മിതോഷ്ണ വനങ്ങളെ ചോലവനങ്ങൾ എന്ന് വിളിക്കുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നീലഗിരി, ആനമല, പളനിമല കുന്നുകളിലെ മിതോഷ്ണ വനങ്ങളെ ചോലവനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്ന വനങ്ങളാണ് ഏത്? കടലോര ചതുപ്പ് നിലങ്ങൾ. അപ്പൊ ഇത്രയുമാണ് ഇന്ത്യയിലെ വനങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഈ ഇന്ത്യയിലെ വനങ്ങൾ ഏതൊക്കെയാന്ന് ഈ ഒരൊറ്റ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റൂ. അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ നിന്നാണ് ഇങ്ങനെ പോകുന്നത്. ഏതായിരുന്നു ആ ക്വസ്റ്റ്യൻ? താഴെ പറയുന്നതിൽ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത് എന്ന്. അപ്പം നമ്മൾ ഇതിൽ ടൈഗർ വനം മാത്രമേ നമ്മൾ പറയാത്തതായിട്ടുള്ളൂ. ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതിന്റെ അടുത്ത പാർട്ട് അടുത്തൊരു ദിവസം ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, അതുപോലെ ലൈക്ക് ചെയ്യണം. ഇനിയും നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ എക്സാം വരെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകളും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ.